ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ല. ഇന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആളുടെ കൂടെയാണ്. സോ ആള് വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണ്. സോ ദിസ് ഇസ് മൈ വൈഫ്. സോ അവളുടെ പേര് പ്രഗതി എന്നാണ്. അവളൊരു നോർത്ത് ഇന്ത്യൻ ആണ്, മലയാളം അറിയില്ല. അവർക്ക് മനസ്സിലാവും മലയാളം പറഞ്ഞാൽ കുറേ, പക്ഷേ അവൾ ബേസിക്കലി ഞങ്ങൾ വീട്ടിൽ ഹിന്ദിയൊക്കെയാണ് സംസാരിക്കാറ്. അതുകൊണ്ട് ഇതൊരു മലയാളം പ്ലസ് ഹിന്ദി, ഒരു മിന്തി വ്ളോഗായിരിക്കും ഇത് മൊത്തം. അപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങൾ ഹിന്ദിയിലുള്ള ഞാൻ താഴെ സബ്ടൈറ്റിലിടാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്ര മനസ്സിലാക്കിക്കോ, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അവളത് അധികം അങ്ങനെ ഭയങ്കര സംസാരിക്കുന്ന ഒരു ഇതിലുള്ള ആളല്ല. അത്യാവശ്യം കുറച്ച് റിസർവ്ഡാണ്. ഞാനിങ്ങനെയല്ല, ഞാൻ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത്, ഇവിടെ ഒരു ബണ്ണാഘട്ട വൈൽഡ് ലൈഫ് സൂ ഉണ്ട്. സോ ആ സൂവിൽ അവരൊരു സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സഫാരി എന്ന് പറയുമ്പം അവർക്ക് ജീപ്പ് സഫാരി ഉണ്ട്, SUV സഫാരി ഉണ്ട്, ബസ് സഫാരി ഉണ്ട്, അങ്ങനത്തെ പലതും ഉണ്ട്. സോ ഞങ്ങൾ ഇന്നലെയാണ് പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്, ഇങ്ങനെ കൊണ്ടുപോയാലോ. കാരണം ഇവൾ ഇന്ന് വരെ അങ്ങനത്തെ സഫാരി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഇവളെ കൊണ്ട് എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യിപ്പിച്ചത്. ആദ്യമായിട്ട് ഇവളെ ക്ലാസ് പങ്കെടുപ്പിച്ചതും ഒക്കെ ഞാൻ തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പം ഇതായിട്ടൊരു കുറവ് വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിന്ന് സഫാരിക്കാണ് പോകുന്നത്. അപ്പോൾ സഫാരിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് AC ബസ് സഫാരിയാണ്. കാരണം ഞങ്ങൾ ജീപ്പ് സഫാരി നോക്കുമ്പം അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരുന്നു, കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിരുന്നു, ആർക്കും ബുക്കിംഗ്സ് അവൈലബിൾ ആയിരുന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ ബസ് സഫാരി, AC ബസ് സഫാരിയാണ് എടുത്തത്. അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 2:42. ഇപ്പോൾ 2:42 ആയി. ഞങ്ങൾക്ക് 4:30 to 5 ഉള്ള സ്ലോട്ടാണ് കിട്ടിയിരിക്കുന്ന സഫാരിക്ക്. സോ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ മുന്നേ പോയി എവിടെയെങ്കിലും നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. സോ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടുന്നാണ് കഴിക്കണത് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് അങ്ങോട്ട് മാപ്പ് ഇട്ട് സ്ട്രേറ്റ് അങ്ങ് പോവുകയാണ്. ഇനി ഓൺ ദ വേ എവിടെയെങ്കിലും നല്ലൊരു ഫുഡിൻ്റെ സ്പോട്ട് എവിടെയും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് കഴിക്കും. കാരണം ഞാൻ അധികം ഈ ബണ്ണാർഘട്ട സൈഡിലേക്ക് പോയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ആണ്. ഫുഡിന് ഒരു സ്ഥലം തരുന്നത് ഞങ്ങൾ ബണ്ണാർഘട്ടയ്ക്ക് മാപ്പ് ഇട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം നല്ല അടിപൊളി ഒരു സ്ഥലത്തൊക്കെ എത്തി. സ്ഥലമൊക്കെ സൂപ്പർ സ്ഥലം തന്നെ, പക്ഷേ ഫുഡിനുള്ള വഴിയൊന്നും കാണുന്നില്ല. എവിടെയും ഹോട്ടലും അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇതൊരുമാതിരി കുറച്ചൊരു ഗ്രാമം മോഡൽ ഏരിയയാണ്. കുറച്ചും കൂടെ നമ്മളൊരു സിറ്റി വിട്ട് ഔട്ട്സ്കേർട്സിലേക്ക് വന്ന മാതിരി ഒരു ഏരിയയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്ന വഴി കുറേ നോക്കി, ചെറിയൊരു മഴയും കിട്ടി, പക്ഷേ ഫുഡിനുള്ള ഇതൊന്നും കാണുന്നില്ല. ഇനി ഓൺ ദ വേ നോക്കട്ടെ, ചിലപ്പോൾ എവിടെയും കണ്ടാൽ കാണണം, അല്ലെങ്കിൽ ചിലപ്പം പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഫുഡ് കഴിക്കാനുള്ള വല്ല ഓപ്ഷനും. അവിടെ എത്തിയിട്ട് നോക്കാം. तो हमको भूख लगी है और हम जा रहे हैं और हमें कोई रेस्टोरेंट मिल नहीं रहा है, तो इसीलिए फिर विष्णु गया है भुट्टा लाने के लिए. अभी ठंडे ठंडे बारिश के टाइम पे अगर भुट्टा मिल जाए तो ऐसे वाला, ठीक है ना. നല്ല അടിപൊളി കാറ്റുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. ഇവിടെ വേറെ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ കുറച്ച് മറ്റേ ചോളമില്ല നമ്മുടെ കോണ്, അത് കഴിക്കാമെന്ന് വിചാരിച്ചിപ്പം അവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുക. ഒരു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതേ ഒരു വഴിയുള്ളൂ. ഇവിടെ അത്ര വിശന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ എണീക്കാൻ തന്നെ 12 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലത്തെ ഫുഡും ഒക്കെ കണക്കായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ വേറെ ഒരു കാപ്പി പിടിച്ച് ഇറങ്ങിയതാ. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ടൈമിക്കാവുക ഇപ്പോൾ ഓൾമോസ്റ്റ് 3:30 ആയി. ഞങ്ങൾക്ക് 4:30 എത്തിയാൽ മതി അവിടെ. ഇവിടുന്ന് ഇനിയും ഒരു 20 മിനിറ്റ്സ് എന്നാൽ ഇനി ഒരു 20 മിനിറ്റ്സും കൂടെ ഉണ്ട്. സോ ടൈം പ്രോബ്ലം ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, നിങ്ങൾ വയറ് കാലിയായി കിടക്കില്ലേ, അതുകൊണ്ട്. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന മാതിരി എല്ലാവരും ഉണ്ടാക്കുന്ന പൊടിയിട്ട് തേക്കല്ല ചെയ്യുന്നത്. ഇവരൊരു ചട്നിയാണ് ഇതിൻ്റെ മേലെ തേക്കുന്നത്. എന്നിട്ട് അത് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നല്ല മസാലപ്പൊടിയും നാരങ്ങയൊക്കെ തേച്ചിട്ടില്ല തരും. ഇവരങ്ങനെയല്ലേ, ഇവിടെ കുറച്ച് വേറെ സ്റ്റൈലാണ്. അവള് പറഞ്ഞു വന്നത് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ്. ഇതാണ് ഇപ്പോൾ എൻട്രൻസ്.
അങ്ങനെ ഞങ്ങൾ ഫൈനലി പാർക്കിലെത്തി. ഇനി പാർക്കിലെത്തി പാർക്കിങ്ങിനൊക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒന്നാമത്തേന് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് ആക്കാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്, പക്ഷേ അത് ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് ആക്കണം. സോ ഇവർക്കൊരു കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ. അവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് ആക്കിയാൽ നേരെ നമുക്ക് സഫാരിയിലേക്ക് പോകും. ബാക്കിയൊന്നിനും ടൈം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി 4:30 ആവാറായി. ഞാനിവിടെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ നടക്കും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളിലെത്തി. ഇപ്പോൾ ബസ്സിനുള്ള വെയിറ്റിംഗ് സോണിലാണ്. സോ ഞങ്ങൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ഞങ്ങളിപ്പോൾ വന്ന് ഇവിടെ കൺവേർട്ട് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മളിവിടെ കാണിച്ചവരത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റിലേക്ക് കിടക്കാം. സോ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഇപ്പോൾ എസിക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബസ്സിൻ്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ഥലത്തേക്ക്. സോ ഇതൊരു സഫാരി AC ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. ഇവർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടിൽ കൂടിയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൂട്ടാണ്. ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ അടിപൊളി ഒരു ജംഗിൾ സഫാരി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ ആകെയുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്ഡൊണാൾഡ്സ് കണ്ടു ഞങ്ങൾ വരുന്ന വഴിക്ക്. സോ ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഉണ്ട് കൂടെ. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. എന്തൊക്കെയോ ബർഗർ അതൊക്കെ വാരിക്കോരി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല രണ്ടുപേർക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് രണ്ടുപേരും. പക്ഷേ ജംഗിൾ സഫാരി അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല കുറേ ആനിമൽസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിഷ്വൽസിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. സോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ AC ബസ് എടുക്കാതെ മറ്റേ നോർമൽ ബസ് എടുക്കാനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ ഞങ്ങൾ ഇവിടെ ഈ വ്ളോഗ് ക്ലോസ് ചെയ്യാണ്. സോ താങ്ക് യു. അല്ലല്ല, ഫുഡ് കാണിച്ചാൽ എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ കഴിക്കുന്നത്. എന്തോ കൊറിയൻ ബർഗറോ
ഫ്രഞ്ച് ഫ്രൈസ് ചിക്കനും അതും ഇതും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട വരെയല്ല നടക്കുന്നത്, ബട്ട് കുഴപ്പമില്ല, കിട്ടിയത് കഴിക്കാൻ, കാരണം അമ്മാതിരി വിശപ്പാണ്. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വ്ളോഗ്. Thank you.